ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖാണോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ആയുർവേദ ഓയിലിനെ പറ്റിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓയിൽ ഉണ്ടല്ലോ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒട്ടുമിക്ക സ്കിൻ പ്രോബ്ലത്തിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മിറാക്കിൾ ഓയിൽ എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാം കാരണം നമ്മളുടെ മുഖത്ത് ഇപ്പോൾ കരിവാളിപ്പിന്റെ പ്രശ്നമുണ്ട് പിമ്പിൾസ് വന്ന മാർക്സ് ഉണ്ട് കരിമംഗല്യത്തിന്റെ പ്രശ്നമുണ്ട് അതുപോലെ നമ്മളുടെ മുഖത്ത് അൺഈവൻ സ്കിൻ ടോൺ ആണോ ഉള്ളത് അതായത് നമ്മളുടെ ഫേസ് നല്ല കളറായിരിക്കും പക്ഷേ ചുണ്ടിന് ചുറ്റും അതുപോലെ മൂക്കിന്റെ സൈഡിലൊക്കെ കറുപ്പ് നിറമുണ്ടെങ്കിലൊക്കെ മാറ്റാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓയിലാണ് പിന്നെ ആയുർവേദ മരുന്നായതുകൊണ്ട് ആയുർവേദ മരുന്ന് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഓയിൽ ആയതുകൊണ്ട് പിന്നെ നമുക്ക് അതിന്റെ പേരിലൊരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ അതിനേക്കാൾ മുമ്പ് നമ്മളുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യാം ഞങ്ങളുടെ ഫാമിലിയിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് 125 ml വെളിച്ചെണ്ണ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ എടുക്കാം കുറവെടുക്കാം അതിനനുസരിച്ച് നമ്മളുടെ ബാക്കിയുള്ള ചേരുവകളില്ലേ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ അളവിന് മാറ്റം വരുത്തിയാൽ മതി അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വെളിച്ചെണ്ണയേക്കാളും ഏറ്റവും നല്ലത് വീട്ടിൽ തന്നെ ആട്ടിയതോ അല്ലെങ്കിൽ മില്ലിൽ ഡയറക്റ്റായിട്ട് നമ്മൾ പോയി വാങ്ങിക്കുന്ന വെളിച്ചെണ്ണയായിരിക്കും നല്ലത് അത് 100% പ്യുവർ ആൻഡ് ഓർഗാനിക് ആയിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ ഉള്ളവരാണ് വെളിച്ചെണ്ണ കിട്ടാനില്ല എങ്കിൽ നമുക്ക് ഒലിവ് ഓയിൽ എടുക്കാം ഒലിവ് ഓയിൽ എടുക്കുമ്പോഴും നോക്കാം 100% പ്യുവർ ആൻഡ് ഓർഗാനിക് വാങ്ങിക്കാനായിട്ട് നോക്കാം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പോൾ പുറത്തുനിന്ന് നമുക്ക് വെളിച്ചെണ്ണ വാങ്ങിക്കാൻ കിട്ടും അതും ഇതുപോലെ തന്നെ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാം വേറെ ഓയിലൊക്കെ മിക്സ് ചെയ്യാണ്ട് വന്നിട്ടുള്ളതാണോ എന്ന് നോക്കിയിട്ട് നല്ലൊരു ബ്രാൻഡിൻ്റെ തന്നെ വാങ്ങിക്കാം ഓക്കെ അപ്പോൾ നമ്മളുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓയിൽ എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലാണ് നമ്മളിപ്പോൾ ഇത് നമ്മളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനുള്ളതല്ലേ അപ്പോൾ എന്തായാലും നല്ലൊരു ബ്രാൻഡിൻ്റെ തന്നെ വാങ്ങിക്കാനായിട്ട് നോക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് എനിക്കിങ്ങനെ പാചകം ചെയ്യാനും അതുപോലെ ഇതുപോലത്തെ ബ്യൂട്ടി പർപ്പസിനും ഹെയർ ഓയിൽ ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് നമ്മളുടെ വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ 125 ml വെളിച്ചെണ്ണ നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം ഇനി ഈ ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂണോളം മഞ്ചിഷ്ടപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ചിഷ്ടപ്പൊടി എന്ന് പറയുന്നത് ശരിക്കും ഒരു ആയുർവേദ മരുന്നാണ് നമ്മളുടെ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ സ്കിന്നിൻ്റെ ടെക്സ്ചറിന് നല്ലൊരു മാറ്റം വരും നല്ല പോലെ കളർ വയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ മഞ്ചിഷ്ടപ്പൊടി ശരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് ഉള്ളിലേക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലഡൊക്കെ നന്നായിട്ട് പ്യൂരിഫൈ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ മിക്ക ആയുർവേദ മരുന്നിലും നമുക്ക് ഈ മഞ്ചിഷ്ടപ്പൊടി കാണാനായിട്ട് സാധിക്കും മഞ്ചിഷ്ടപ്പൊടിയല്ല മഞ്ചിഷ്ട അപ്പോൾ ഈ മഞ്ചിഷ്ടം നന്നായിട്ട് പൊടിച്ച് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇല്ലെങ്കിൽ പിന്നെ ചെറിയ ഇങ്ങനെ കഷ്ണങ്ങളായിട്ടായിരിക്കും വാങ്ങിക്കാൻ കിട്ടുക അതായാലും നിങ്ങൾ വാങ്ങിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ 2 ടേബിൾ സ്പൂണോളം മഞ്ചിഷ്ടപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതേ അളവിൽ തന്നെ കുറച്ച് എള്ള് പൊടിച്ചത് ചേർത്ത് കൊടുക്കണം എള്ള് ഞാനിങ്ങനെ പൊടിച്ച് ഒരു ബോക്സിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ വെയിറ്റ് ലോസിനും അതുപോലെ രക്തം നന്നായിട്ട് ശുചിയാവാനൊക്കെ നമുക്ക് എള്ള് കഴിക്കാം ഡെയിലി അപ്പോൾ എള്ള് ഞാൻ ഇതുപോലെ ഒരു ബോക്സിനകത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ എള്ള് നമ്മളുടെ സ്കിന്നിന് നല്ലതാണ് വളരെ നല്ലതാണ് നമുക്ക് എള്ളെണ്ണയൊക്കെ നമ്മളുടെ ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് കരിമംഗല്യം പോവാനും ഒക്കെ നല്ലതാണ് ഇപ്പോൾ ഞാൻ കരിമംഗല്യം പോകാനായിട്ടുള്ളൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായി അതിൽ ഞാൻ എള്ള് ആഡ് ചെയ്തിട്ടുണ്ടായി അപ്പോൾ നിങ്ങൾ കരിമംഗല്യത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആഡ് ചെയ്യാം അപ്പോൾ നമ്മളുടെ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചെറിയൊരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്കോ ഇത് മാറ്റി സൂക്ഷിച്ച് വെക്കാം ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേടാവില്ല ഇത് നമുക്ക് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാനുണ്ടാവും ഈ 125 ml വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് ഉപയോഗിക്കാം ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ബോഡി ഫുള്ളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം നമ്മളുടെ സ്കിൻ കളറിലൊക്കെ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട് കരിവാളിപ്പുണ്ടെങ്കിൽ ഒക്കെ മാറാൻ നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് ഓയിൽ ഉണ്ടാക്കാന്ന് മനസ്സിലായല്ലോ അല്ലെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഓയിൽ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ കാണാം ആ തരികളൊക്കെ താഴെ വന്ന് അടിഞ്ഞ് കിടക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യാം കേട്ടോ കണ്ടോ അതിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ഇളകി വന്ന് മിക്സ് ആവണം
എന്നിട്ട് ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് മുഖത്തും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ സാധാരണ രാവിലെ കുളിക്കാൻ പോകുന്നതിന് അരമണിക്കൂർ മുമ്പ് എടുത്തിട്ട് ഫേസിലും കഴുത്തിലും അതുപോലെ ചെവിയിലും അപ്ലൈ ചെയ്യാറുണ്ട്. അപ്ലൈ ചെയ്തിട്ട് എന്റെ ജോലികളൊക്കെ നോക്കും, അപ്പൊ അതങ്ങനെ മുഖത്ത് കിടന്നോളും. പിന്നെ ഞാനിത് വാഷ് ചെയ്യാറ് എൻ്റെ ഒരു ഒരു ഫേസ് വാഷ് പൗഡർ ഇല്ലേ, അത് വെച്ചിട്ടാണ് വാഷ് ചെയ്യാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷോ അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ഫേസ് വാഷ് പൗഡറോ കടലമാവോ അല്ലെങ്കിൽ പിന്നെ ചെറുപയർ പൊടിയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഈ ഓയിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് വന്നിട്ടുള്ളൊരു മാറ്റം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടുണ്ട് ഇത് യൂസ് ചെയ്തേ. പിന്നെ എൻ്റെ ഫേസിൽ കുറച്ച് കരിവാളിപ്പും കാര്യങ്ങളും ഉണ്ടായി. ഇപ്പം ഡെയിലി നമ്മൾ 2 വീലറൊക്കെ ഓടിച്ചിട്ട് ഓഫീസിലൊക്കെ പോകുന്നതുകൊണ്ട് നമ്മൾ എത്ര ഫേസ് കവർ ചെയ്താലും ഫേസിൽ ചെറിയ രീതിയിലൊക്കെ സൺ ടാൻ വരും. അതുപോലെ ചുണ്ടിന് ചുറ്റും ചെറുതായിട്ട് കറുപ്പ് നിറക്കി ഉണ്ടായി, അതൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. സ്കിന്ന് നല്ല പോലെ ബ്രൈറ്റ് ആയ പോലെ തോന്നുന്നുണ്ട്. അപ്പൊ ഫേസിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യാം. മസാജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളുടെ ഈ എണ്ണ ഉണ്ടല്ലോ നല്ലപോലെ ചൂടായിട്ട് നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് കൂടും, നമ്മളെ സ്കിന്നിലേക്ക് താഴ്ന്നിറങ്ങും നന്നായിട്ട്. പിന്നെ നിങ്ങളെ മുഖത്ത് കരിമംഗല്യൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ഓയിലാണ്. കരിമംഗല്യം ഭയങ്കര കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്താൽ പറ്റില്ല. കരിമംഗല്യം വന്നു തുടങ്ങിയ സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നല്ല എഫക്റ്റീവ് ആയിരിക്കും. കരിമംഗല്യം പോവാനായിട്ടുള്ള ഒരു ഫേസ് പാക്കിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊന്ന് കണ്ടു നോക്കാം. നല്ല എഫക്റ്റീവ് ആണ് അത്. കുറെ പേര് യൂസ് ചെയ്തിട്ട് റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി, ഞാൻ ലിങ്ക് അവിടെ ഇടാം. കണ്ടോ? അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് മസാജ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ, മാക്സിമം നമുക്ക് 1 മണിക്കൂറൊക്കെ വരെ വെക്കാം. ഡ്രൈ സ്കിന്നാരൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വേറൊരു ടിപ്പായിട്ട് കാണാം. ബൈ.